മുത്തേ, എന്താ മണിക്കുട്ടി? നിങ്ങൾ രണ്ടുപേരുടെയും ഡ്രസ് എല്ലാം ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലായിരുന്നോ? അതൊക്കെ ഞങ്ങൾ ഇപ്പോഴേ കണ്ടു. പിന്നെ എന്താ മണിക്കുട്ടി, നിങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി സ്കൂളിലേക്ക് പോയിക്കോ. എനിക്ക് കുറച്ചുകൂടി ജോലി ചെയ്തു തീർക്കാനുണ്ട്. അതിനാരാ നിന്നെ സ്കൂളിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്നത്? എന്താ മണിക്കുട്ടി പറ, നിനക്ക് സ്കൂളിലെ ക്രിസ്മസ് ഫ്രണ്ട് ആയിട്ട് കിട്ടിയത് ആരെയാ? പാറു. അതെങ്ങനെയാ തനിക്ക് അവളെ തന്നെ കൃത്യമായി കിട്ടിയത്? എനിക്ക് അറിയില്ല മണിക്കുട്ടി, ഞാൻ മനഃപൂർവ്വം എടുത്തതൊന്നുമല്ല. നമ്മൾ എല്ലാവരും ഒരുമിച്ചല്ലേ എടുത്തത് നറുക്ക്. എന്നിട്ട് നീ എന്താ അവൾക്ക് മേടിച്ചു കൊടുക്കാൻ പോകുന്നത്? പാറു, എനിക്ക് അച്ഛനെ നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പാറുവിന് കൊടുക്കും. കേട്ടോ മണിക്കുട്ടി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവള് നല്ല ഗിഫ്റ്റ് തന്നെ പാറുക്കുട്ടിക്ക് കൊടുക്കുമെന്ന്. അത് ഈ മണിക്കുട്ടി ജീവിച്ചിരിക്കുമ്പോ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നമുക്കത് പൊളിച്ചടുക്കടി മണിക്കുട്ടി. പൊളിച്ചടുക്കാന്നോ? ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. അവളുടെ ഒരു പാറുക്കുട്ടി സ്നേഹം. മണിക്കുട്ടി, മണിക്കുട്ടി, നീ എന്താ ആലോചിക്കുന്നേ? മണിക്കുട്ടി എന്താ ആലോചിക്കുന്നതെന്നേ നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും. അല്ല മണിക്കുട്ടി? മുത്തേ, എനിക്ക് 10 മണിക്ക് കഴിക്കാനേ സ്നാക്സ് എന്തെങ്കിലും ബാഗിലേക്ക് വെച്ചേക്ക്. ഞാൻ വെച്ചോളാം മണിക്കുട്ടി. ഹായ് അമ്മുമ്മ. അമ്മുമ്മേ. മുത്തേ, അമ്മുമ്മ വരുന്നുണ്ടോന്ന് ഈ മുത്ത എപ്പോഴും നോക്കും. അമ്മൂമ്മക്ക് ഇപ്പോഴേ വരാൻ പറ്റുള്ളൂ മോളെ. ഹോ, ഇനിയിപ്പോ ഇവരുടെ കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. എന്റെ കുട്ടിക്ക് സുഖാണോ ഇവിടെ? എനിക്ക് സുഖാണ് അമ്മുമ്മേ. എത്ര സങ്കടം ഉണ്ടെങ്കിലും എന്റെ കുട്ടി അങ്ങനെ തന്നെയല്ലേ ഉള്ളൂ പറയാ. അത് ഈ അമ്മൂമ്മക്ക് അറിയാം. അല്ല അമ്മുമ്മേ, എനിക്കിവിടെ സുഖാ. അമ്മുമ്മ വിഷമിക്കണ്ട. എന്റെ മോളും അങ്ങനെ തന്നെ ആയിരുന്നു. അവൾക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും മറച്ചു വെക്കും. അതിന് എന്റെ അമ്മക്ക് എന്തായിരുന്നു സങ്കടം അമ്മുമ്മേ? അവിടെ തന്നെ കഥയും പറഞ്ഞോണ്ട് നിൽക്കണോ അമ്മമ്മയും മോളും? പതുക്കെ മണിക്കുട്ടി, അവര് കേൾക്കും. അമ്മുമ്മേ, എനിക്ക് ഒരു ദിവസം എന്റെ കൂടെ നിൽക്കണം. പറ അമ്മുമ്മേ, അമ്മുമ്മ എന്താ ഒന്നും മിണ്ടാത്തേ? ഒന്നുമില്ല മോളെ. അമ്മയുടെ കാര്യം ഞാൻ ഇപ്പോൾ കൂടി വിചാരിച്ചിട്ടേ ഉള്ളൂ. ഹാ, നിങ്ങൾക്കൊന്നും അങ്ങോട്ട് വരാൻ പറ്റൂലല്ലോ. അതല്ല അമ്മേ, സമയം കിട്ടണ്ടേ? എല്ലാവരെയും കൂട്ടിയിട്ട് അവിടേക്ക് വാന്ന് പറഞ്ഞാ നീ കേൾക്കൂല. അവന് വരണമെന്നുണ്ടെങ്കിലും അവന്റെ ഭാര്യ അവിടേക്ക് വരാൻ സമ്മതിക്കുന്ന് തോന്നുന്നുണ്ടോ അമ്മണിയെ? അച്ഛാ, ഒന്ന് പതുക്കെ പറയ അച്ഛാ. ഇത് കേട്ടാ അത് മതി ഇന്നത്തേക്ക്. നീ എന്തിനാടാ അവളെ ഇങ്ങനെ പേടിക്കുന്നത്? പേടികൊണ്ടല്ല അച്ഛാ, വെറുതെ എന്തിനാ ഒരു പ്രശ്നമുണ്ടാക്കുന്നത്? എന്നെക്കുറിച്ചാണോ അവിടുത്തെ ചർച്ച? പറഞ്ഞു തീർന്നില്ല, അവളിങ്ങ എത്തിയല്ലോ. ഞങ്ങൾക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ. ഇനിയിപ്പോ കുറച്ച് ദിവസം ഉണ്ടാവോ ഇവിടെ? ഒരു ശല്യം തന്നെ സഹിക്കാൻ പാടാ. അതിനിടെ കൂടെ മറ്റൊരെണ്ണം കൂടി. അവിടെ ഒരു അമ്മൂമ്മ. മകള് മരിച്ചു പോയതല്ലേ, പിന്നെന്തിനാണാവോ ഈ സ്ത്രീ ഇങ്ങോട്ടിങ്ങനെ വരാൻ നിൽക്കുന്നത്? പേരക്കുട്ടിയെ കാണാനാവോ? വർഷേ, അമ്മക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തു കൊണ്ടുവാ. മുത്തേ, ഒന്നിങ്ങ് വന്നേ. ദാ വരുന്നു ചെറിയമ്മേ. ഈ പെണ്ണെ, നീ എന്താടി അവിടെ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നത്? ചെറിയമ്മേ, അമ്മൂമ്മ വന്നപ്പോ. അമ്മൂമ്മ വന്നാലെന്താ? നീ അവരെ സ്വീകരിച്ചോണ്ട് അവിടെ തന്നെ നോക്കി നിൽക്കണോ? അതല്ല, ഞാന് അമ്മൂമ്മയെ കണ്ട സന്തോഷം കൊണ്ട് നിന്ന് പോയതാ. എന്നാലേ സന്തോഷമൊക്കെ മതി. അവർക്ക് എന്തെങ്കിലും കുടിക്കാനുണ്ടാക്കി കൊണ്ടുപോയി കൊടുക്ക്. നിന്റെ അച്ഛൻ പറയുന്നത് കേട്ടില്ലേ?
അമ്മ അവിടെ തന്നെ നിൽക്കാതെ ഇവിടെ വന്നിരിക്കാമേ. ഇനി എന്തായാലും 2 ദിവസം കഴിയാതെ ഞാൻ ഇവിടെ നിന്നും വിടുന്ന പ്രശ്നമില്ല. മണിക്കുട്ടി, അവളെന്താ വരാത്തത്? ഇനി അവള് നമ്മളെ ചതിക്കുവോ? ഏയ്, അതിനുള്ള ധൈര്യമൊന്നും അവൾക്കില്ല. അതല്ല മണിക്കുട്ടി, അവൾക്ക് എന്തായാലും പാറക്കുട്ടിക്ക് നമ്മൾ മേടിച്ചു കൊടുക്കുന്ന ഗിഫ്റ്റ് കൊടുക്കാൻ നല്ല പേടി കാണും. അത് കാരണം അവൾ ഒരിക്കലും നമ്മുടെ അടുത്തേക്ക് വരാൻ ഒരു ചാൻസും ഇല്ല. വരും അവൾ, നോക്കിക്കോ നീ. വന്നില്ലെങ്കിൽ അവൾക്കറിയാം ഈ മണിക്കുട്ടി ശരിക്കും അവൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അങ്ങോട്ട് നോക്ക്, ആരാ വരുന്നതെന്ന്. ആഹാ, അവള് തനിച്ചാണ് വരുന്നത്. അതേതായാലും നന്നായി. വേറെയുള്ള കുട്ടികൾ കാണുമ്പോൾ അവർക്ക് ഡൗട്ടാവും. അതെ അതെ മണിക്കുട്ടി, അവളുടെ മുഖഭാവം കണ്ടോ? അവൾക്ക് നല്ല സങ്കടമുണ്ട്. അവളുടെ സങ്കടമൊക്കെ ഞാൻ ഇന്നത്തോടെ മാറ്റി കൊടുക്കുന്നുണ്ട്. മണിക്കുട്ടി, ഇതാ എന്റെ ഗിഫ്റ്റ്. അതിങ്ങത്താ. മണിക്കുട്ടി, പ്ലീസ് മണിക്കുട്ടി, ഞാനിത് പാറുവിന് കൊടുക്കാൻ വേണ്ടി വെച്ചതാ. മുത്തേ, നിന്നോടാണ് പറഞ്ഞത്, ഇങ്ങോട്ട് താ. എന്താ മണിക്കുട്ടി, ഞാൻ പോലും ഇതിലെന്താ തുറന്നു നോക്കാതെ പാറുവിന് കൊടുക്കാൻ വേണ്ടി വെച്ചതാ. നീ അത് ഇങ്ങോട്ട് താ മുത്തേ. എനിക്ക് ഡാഡി തന്ന ഗിഫ്റ്റ് ഉണ്ടല്ലോ, അത് നിന്റെ കയ്യിൽ തരാം. എന്തായാലും എന്റെ ഡാഡി വാങ്ങി തന്ന ഗിഫ്റ്റ് തന്നെയല്ലേ, അപ്പൊ എനിക്ക് നല്ല ഗിഫ്റ്റ് തന്നെ ആയിരിക്കുമല്ലോ. നിനക്ക്